അച്ഛൻ ഒന്ന് വാ അച്ഛാ. അച്ഛൻ ഒന്ന് വരുന്നുണ്ടോ? എന്തോ ഇത് എത്ര നേരം കൊണ്ട് വീടിന്റെ താക്കോൽ എന്ത് ചെയ്യും മോളെ? ചേട്ടൻ മേളിൽ കിടന്ന് ഉറങ്ങുന്നില്ലേ? എന്തിനാ ഇത്ര വെപ്രാളം? ഇവിടെ കള്ളന്മാരൊന്നും കേറത്തില്ല, ഇരിക്കുമ്പോ ഇരിക്കുന്നു. ഇവിടെ ഇറങ്ങ്. അച്ഛാ, എന്റെ ഡ്രസ്സ് കൊള്ളാമോ? നല്ല കളർ, എന്റെ പൊന്നിന് നല്ലപോലെ ചേരുന്നുണ്ട്. ഞാൻ സുന്ദരിയാണോ? അച്ഛന്റെ മോള് സുന്ദരിയാവണോ എന്ന് ചോദിക്കണോ? ഹോസ്റ്റലിൽ പോയതിന് ശേഷം നിന്റെ ശരീരമൊക്കെ ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ഇച്ചിരി മാംസം വെച്ചിട്ടുണ്ട്, സുന്ദരിയായിട്ടിരിക്കുക. ഹോസ്റ്റലിലെ എല്ലാരും പറഞ്ഞു അവിടെ ചെന്നതിന് ശേഷം നല്ല സുന്ദരിയായിരുന്നു. പറഞ്ഞുകൂടായിരുന്നു അച്ഛന്റെ മോളാന്ന്? അച്ഛന്റെ മോളായിരുന്നല്ല, ഞാൻ നല്ല തീറ്റി തിന്നിട്ട്. യോ, അതാരാച്ചാ ഓടിപ്പോയേ? അത് നമ്മുടെ ശശിയാ മോളെ. അവന്റെ ശരീരം നീ കണ്ടിട്ടുണ്ടോ? ഉരുക്ക് പോലെ ഇരിക്കുവോ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും കുറഞ്ഞൊരു 5-6 വട്ടമെങ്കിലും ഒരു ദിവസം അവൻ ഓടും. ആരോഗ്യം ശ്രദ്ധിക്കുന്നതിൻ്റെ ബാ. വട്ടാന്ന് തോന്നുന്നു, വേറെ പണിയൊന്നും ഇല്ല. അച്ഛൻ, ഞാന് ലൈസൻസ് എടുക്കാൻ പോകും, എനിക്കൊരു സ്കൂട്ടർ വാങ്ങിക്കണം. ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ നിനക്ക് കൊണ്ടുപോകാനോ അതിനൊന്നും ആവശ്യമില്ല. വേണോ? മേടിക്കാം. അയ്യോ അയ്യോ, എന്തുവാടാ? എന്റെ പൊന്നു ദാസണ്ണ, ഇത് നിങ്ങളെ കൊച്ചു തന്നെയാണാ? പിന്നെ എന്റെ അല്ലാതെ പിന്നെ വേറെ ആരുടെയാടാ ഇത്? അയ്യോ, കതിരി പോലെ ഇരുന്ന കൊച്ചാണ്, ഇപ്പൊ കൂഴച്ചക്ക പോലെ ആയി. നിനക്ക് വേറെ ഒരു പണിയില്ലയോടാ? അവള് നല്ല സുന്ദരിയായിട്ടിരിക്കുമല്ലേ? പിന്നെ കടല് വെള്ളത്തിട്ട പോലെ ഇരിക്കണേ. ബിജു, നീ പോയേ, ആവശ്യമില്ലാത്ത വർത്തമാനം സംസാരിക്കാതെ പോയേ. ഓ, നമ്മള് പറയുമ്പോഴോ കുഴപ്പം? വീട്ടിലെ കട്ടളയൊക്കെ മാറ്റേണ്ടി വരുമല്ലേ മോക്ക് കേറേ? നിനക്ക് ഇത്രയും വണ്ണമൊക്കെ ഉണ്ടല്ലോ, നിന്റെ പെങ്ങളും അമ്മയും വീട്ടിലോട്ട് കയറുമ്പോ കട്ടള മാറ്റുവോ? ഓ, എന്റെ കൂട്ടാണ് ഈ കൊച്ചി. ഈ വലിയ കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ചെറുക്കന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും ഈ കൊച്ചി? വീർപ്പ കുറ്റിയെ പോലെ. അവക്കൊരു കുറവും ഇല്ല, അവക്കൊരു കുറവായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടും ഇല്ല. അവള് നല്ലപോലെ തന്നെ ഇരിക്കുക കേട്ടോ. മോള് ഹോസ്റ്റലിൽ നിന്നല്ലേ പറഞ്ഞത്? എന്റെ പൊന്നു മോളെ വയറിറങ്ങി കഴിക്കണം. ആ ഹോസ്റ്റലിലുള്ളവരെ മുടിപ്പിക്കാൻ നിൽക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ വീർപ്പക്കുറ്റിയെ പോലെ ആവും. ബിജു, നീ പോയേ, ആവശ്യമില്ലാതെ മേലെ സംസാരിച്ചേക്കരുത്, പോ. ആ, നീ വന്നേ മോള്. ഈ ബഹുജനം പലവിധമൊന്നും മോള് കേട്ടിട്ടുണ്ടോ? അവന്മാർക്കൊന്നും ഒരു വിവരമെന്ന് പറയുന്ന സാധനമില്ല, അതേ ഉള്ളൂ. നിനക്കൊരു കുഴപ്പമില്ല, നീ നന്നായിട്ട് തന്നെ ഇരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞോളാം കേട്ടോ. ബാ. അയ്യോ, കതിരി പോലെ ഇരുന്ന കൊച്ചാണ്, ഇപ്പൊ കൂഴച്ചക്ക പോലെ ആയി. മോളെ എന്തോടെ ഇരിക്കുന്നേ? വന്നേ, വല്ലതും എടുത്ത് കഴിച്ചേ. എനിക്കൊന്നും വേണ്ട അച്ഛാ. ആ, എന്നാ പിന്നെ ഞാനും കഴിക്കത്തില്ല. ഇങ്ങോട്ട് വന്നേ, വാ. പൊറോട്ടയായിരുന്നോ? കഴിക്ക്, അച്ഛൻ കറിയും കൂടെ ഒഴിച്ചു തരാം. അയ്യോ, കതിരി പോലെ ഇരുന്ന കൊച്ചാണ്, ഇപ്പൊ കൂഴച്ചക്ക പോലെ ആയി. വേണ്ട അച്ഛാ. പിന്നെ കടല് വെള്ളത്തിട്ട പോലെ ഇരിക്കണേ. ഓ, നമ്മള് പറയുമ്പോഴോ കുഴപ്പം? വീട്ടിലെ കട്ടളയൊക്കെ മാറ്റേണ്ടി വരുമല്ലേ മോക്ക് കേറേ? ഈ വലിയ കല്യാണ ആലോചന വന്നു കഴിഞ്ഞാൽ ചെറുക്കന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും ഈ കൊച്ചി? വീർപ്പ കുറ്റിയെ പോലെ. എനിക്ക് മാറണം. എന്തോ മാറണം? എനിക്ക് മാറിയേ പറ്റൂ. എനിക്ക് എന്നെ തന്നെ മാറ്റണം. നിനക്ക് എന്തോ ഇപ്പൊ കുഴപ്പം എന്തുവാ? അച്ഛൻ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുഴപ്പമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ശരിക്കും ആലോചിച്ചു. എന്റെ അണ്ടർ ആമില്, എന്റെ ഹിപ്പില്, എന്റെ വയറ്റില്, എന്റെ തൈസില് എല്ലാം ഫാറ്റാ. ഈ ഫാറ്റ് എല്ലാം എനിക്ക് ഉരുക്കി കളഞ്ഞേ പറ്റത്തുള്ളൂ. എന്റെ മോളെ, നിന്നെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല മോളെ. പക്ഷെ നാട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അച്ഛാ. അച്ഛന്റെ മോളാ ഞാന്. അപ്പൊ ഞാൻ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും സുന്ദരിയായിട്ടേ അച്ഛന് തോന്നത്തുള്ളൂ. അങ്ങനെ അല്ല അച്ഛാ, എനിക്ക് കുറച്ചേ പറ്റൂ. നാട്ടുകാർ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. എനിക്കൊരു കല്യാണാലോചന വരണ്ടേ? എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ?
എനിക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണ്ടേ? എൻ്റെ രീതികളൊന്നും ശരിയല്ല. ഞാൻ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പോലും ഫോളോ ചെയ്യുന്നില്ല. നീ മെലിഞ്ഞിരുന്നാലേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് കിട്ടുന്നവൻ പറഞ്ഞായിരുന്നു. അച്ഛാ, അതൊക്കെ ഭാവിയുടെ കാര്യമാ. എനിക്ക് മെലിയണം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഏതെങ്കിലും ഡയറ്റീഷ്യന്മാരെ പോയി കാണാൻ നോക്ക്. അച്ഛാ, ഈ ഡയറ്റീഷ്യനൊക്കെ ഭയങ്കര ചെലവാ. അതൊന്നും ഇല്ലാതെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അതെങ്ങനെ? അച്ഛാ, ഓരോ സമയവും ഓൺലൈനിൽ ഒരു 10,000 വീഡിയോ ഇറങ്ങുന്നുണ്ട് ഡയറ്റിൻ്റെ. എന്തായാലും നമ്മൾ നെറ്റിന് ചാർജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വീഡിയോ അങ്ങോട്ട് കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. നമ്മുടെ വണ്ണം കുറയും. വീട്ടിലിരുന്ന് നമുക്ക് ആർക്കും പൈസ കൊടുക്കാതെ വണ്ണം കുറയ്ക്കാം. അതൊക്കെ സർട്ടിഫൈഡ് ആണോ? എന്തിനാ അച്ഛാ സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റിനെക്കാളും വലുതല്ലേ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് വെച്ച് വണ്ണം കുറയ്ക്കാം. എന്റെ മോളെ, അതൊക്കെ കള്ളത്തരങ്ങളായിരിക്കും പറയുന്നത്. ഒന്നുമല്ല, എത്രയോ പേരുണ്ട്. ശരി, എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറകെ നടക്കത്തില്ലേ? അയ്യോ, അച്ഛൻ നടക്കണം. നമ്മൾ ഒന്നിച്ചാ വർക്കൗട്ടും ഡയറ്റും ചെയ്യാൻ പോകുന്നത്. ഞാനാ? അച്ഛനും ചെയ്യും. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുമില്ല. നമുക്ക് ഈ ഡയറ്റ് ഒക്കെ കൊണ്ട് ഹാർട്ടിനുള്ള ബ്ലോക്കിനെ എല്ലാം ഉരുക്കി കളയാ അച്ഛാ. ശരി. എന്താ മോളെ? അച്ഛാ, ആപ്പിള് കഴിക്കരുത്. ആപ്പിളിനകത്ത് ഷുഗർ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇതെല്ലാം കൂടുതലായിട്ടുണ്ട്. അച്ഛന് കേടാ. ഇത്ര പ്രശ്നക്കാരനായിരുന്നു? ആന്നു. ദാ ഇന്ന് ഇറങ്ങിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ കഴിക്കണ്ട കേട്ടോ. പിന്നെ എന്തോ കഴിക്കണ്ടേ? അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആപ്പിളിന്റെ മാംസം കളഞ്ഞിട്ട് അതിന്റെ തൊലി പുഴുങ്ങി കഴിച്ചോ. തൊലി കഴിച്ച വിശപ്പ് മാറുമോ മോളെ? വിശപ്പ് മാറിയില്ലെങ്കിൽ വാഴയില പുഴുങ്ങി അതിന്റെ നീരെടുത്ത് ജ്യൂസ് ആക്കി കുടിച്ചാൽ മതി, വിശപ്പ് മാറും. ഓ, ഇതൊക്കെ കേടാ. മോളെ, പഞ്ചായത്തിൽ നിന്ന് പോച്ചയടിക്കാൻ ആള് വരും. നീ എന്തിനാ അത് പറിക്കുന്നേ? അച്ഛാ, ഇത് വൃത്തിയാക്കുവല്ല. റോഡ് സൈഡിലെ പോച്ച അരച്ച് കലക്കി തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലക്കനം കുറയുമെന്ന സുമിയുടെ വീഡിയോയിൽ കണ്ടത്. ഞാൻ അതിന് ചെയ്യുവാ, വണ്ണം കുറയ്ക്കാൻ. നീ എന്തിനാ ഈ വാടിയ ജമന്തിപ്പൂ എല്ലാം കൂടെ പറിച്ചു കളയുന്നേ? അച്ഛാ, ഇന്നിറങ്ങിയ വീഡിയോയിൽ പറയുവാ, വാടിയ ജമന്തിപ്പൂ എല്ലാം കൂടെ അരച്ച് കലക്കി വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറ്റിലുള്ള പ്രീബയോട്ടിക് ബാക്ടീരിയ ആക്റ്റീവ് ആക്കും, വണ്ണം കുറയും, ഡൈജഷൻ ആവും. അതുകൊണ്ടാ വാടിയ ജമന്തിപ്പൂ എല്ലാം പറിച്ച് അരച്ച് കലിച്ച് കുടിക്കാൻ പോവാ. മോളെ, അച്ഛാ, എന്തിനാ ഇവിടെ ഇരുന്ന് കല്ലും മണ്ണും വരുന്നേ? അച്ഛാ, കല്ലും മണ്ണും വാരി അരച്ച് മുഖത്തും ഡബിൾ ചിന്നിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ചിൻ കുറയും, മുഖത്തിന്റെ വണ്ണം കുറയും എന്നാ ഇന്നലെ ഇറങ്ങിയ വീഡിയോയിൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ കല്ലും മണ്ണും അരച്ച് തിന്ന് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിൽ പഴുപ്പും കിഡ്നി സ്റ്റോണും എല്ലാം മാറുമെന്ന്. പക്ഷേ അത് എന്ത് കല്ലാന്ന് അറിയില്ല. വെള്ളാരം കല്ലാണോ, മെറ്റിലാണോ, പാറപ്പൊടിയാണോ? അത് അടുത്ത വീഡിയോ പറയാന്ന് പറഞ്ഞു. അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗാ. ഇരട്ടെ അച്ഛൻ്റെയും കൂടെ. എടാ മിഥുനേ, എടാ ഇവിടെ ഇന്ന ചെടിയെല്ലാം എന്ത് ചെയ്യടാ? അതാണ്ട് ഇവിടെ എല്ലാം തരിശായിട്ട് കിടക്കുന്നു. ചേടാ, ഇവിടെ ആടിനെ വല്ല അഴിച്ചു കെട്ടിയോ? ചെറുക്കന് നീ എണ്ണിച്ചിട്ട് നീ എന്തോ മോളെ ഇത്? പശു ആടൊന്നും അല്ല, ഞാനാ. ഇതെന്തോ ഈ വായിക്കത്തുള്ള പുല്ലെല്ലാം കൂടെ കുത്തിക്കയറ്റി വെച്ചേക്കുന്നേ? ജൂൺ 20-ാം തീയതി ഒരു വീഡിയോ ഇട്ടായിരുന്നേ. ആ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുകളും പശു തിന്നുന്ന സാധനവും ഒക്കെ തിന്നണമെന്നാ. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ വയറ് നല്ല ഷേപ്പ് ആവുമെന്നും. പശുവിനെ ഒക്കെ കണ്ടില്ലേ, എന്തോരം ആരോഗ്യം, അതുപോലെ ഇരിക്കുന്നു. ഞാനിവിടുത്തെ പുല്ലും പോച്ചെല്ലാം തിന്ന് അങ്ങ് തീർത്ത അഴുല്ല. എന്തോ ഇത്, വെള്ളത്തണ്ടോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ കൂടെ എൻ്റെ ശ്വാസം കൂടെ പോവും. എനിക്ക് വയ്യ ഈ ജമന്തിപ്പൂ ജ്യൂസ് അടിച്ചും തുളസിയിലെ ഓലക്കാലൊക്കെ തിന്നെ ഞാനെന്തുവാടാ, ആനയോ? അയ്യോ, ഈ പെണ്ണ് എവിടെ രാവിലെ മൂലം കാണാനും ഇല്ലല്ലോ. ഇനി ഈ വിശക്കുന്നേ. ഫ്രിഡ്ജിനകത്ത് വല്ലതും കാണുമോ? ഗ്യാസ് അച്ഛാ, മുളന്തു ഇതിനകത്ത്.
അച്ഛാ ശരീരം മൊത്തം തണുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം വെക്കുന്ന സെൽസ് എല്ലാം ഫ്രീസായി നമ്മുടെ വണ്ണം കുറയുമെന്നാ മിനിങ്ങാന്നിറങ്ങിയ വീഡിയോയിൽ കണ്ടത്. അതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഇതിനകത്ത് കയറിയിരിക്കുക. ഇപ്പൊ വണ്ണം കുറഞ്ഞോ? അല്ല അച്ഛൻ എന്താ ഇവിടെ? അച്ഛന് ഒന്ന് കേറിയിരിക്കാൻ വേണ്ടിട്ട് വന്നയാ. മോളുടെ സെൽസിന്റെ കുറഞ്ഞു കഴിയുമ്പോ പറയണേ, അച്ഛൻ വന്ന് അച്ഛന്റെ സെൽസ് കയറ്റി വെക്കാം. സാരമില്ല, ഞാൻ രാവിലെ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാ. അച്ഛൻ ഇനി ഇരുന്നോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, വർക്കൗട്ട് ചെയ്യാനുണ്ട്. ദൈവമേ, ഇനി എന്തോത്തിനുള്ള പുറപ്പാടാന്നോ എന്തോ, എനിക്ക് വിശക്കുന്നു. എന്തോ എടുക്കുവാ മോളെ? വർക്കൗട്ട് ചെയ്യും അച്ഛാ. ചോറില്ലയോ? വെള്ളം ദൈവമേ, ഇന്നിവിടുന്ന് ഉണ്ടാക്കിയില്ലയോ? ഫ്രിഡ്ജിനകത്ത് പുല്ലോ ചുറുതിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഫ്രിഡ്ജിനകത്ത് ഇത് എന്തോന്നേ വീണേ. ഓ വീണേ എന്തു ഏട്ടാ? ഇവിടെ തിന്നാനൊന്നും ഇരിപ്പില്ലടി. തിന്നാനുണ്ടല്ലോ, ചേട്ടൻ കഴിച്ചില്ലേ? നല്ല ഇരിപ്പുണ്ട്. എന്തോ ഇരിക്കുന്ന ഇവിടെ? വാഴയില അവിച്ചതുണ്ട്. വാഴയില അവിച്ചതോ? വാഴയില അപ്പവും ഉണ്ട്. വേണലപ്പെടുത്തും. ചേട്ടനാ ടേസ്റ്റ് ഇഷ്ടപ്പെടുവോ പുല്ലിന്റെ ഒക്കെ? പുല്ലിന്റെ പുല്ല് വെച്ച് വയനലപ്പം ഉണ്ടാക്കിയ? പുല്ല് ഇടിച്ച് പിഴിഞ്ഞ് ഉപ്പും കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് അവിച്ചെടുത്തത് പുഴുങ്ങി വയനലക്കകത്ത് പുഴുങ്ങി വെച്ചേക്കുന്ന വയനലയും കഴിക്കാൻ പറ്റും. സൂപ്പർ, അത് ക്രിസ്പിനെസ് കിട്ടും. ഞാൻ തിന്നുന്നത്. അച്ഛന് വാഴപ്പിണ്ടി. പച്ചക്ക് ഇച്ചിരി ഉപ്പിട്ട്. വാഴപ്പിണ്ടി പച്ച ഉപ്പിട്ട്? എടി അങ്ങനെ ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതാ. അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നില്ല. മരുന്നിന് വെള്ളം കൊടുക്കുന്നില്ലയോ? വെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിൽ കയറിയിരിക്കും. അപ്പൊ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെറ്റബോളിസം നടക്കണം. അച്ഛന് അത് നടക്കത്തില്ല, എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അച്ഛന്. എടി അച്ഛൻ ചത്തുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ? ഇല്ല, പ്രകൃതമായിട്ടുള്ള എല്ലാ അച്ഛനും ചെല്ലുന്നുണ്ട്. പ്രകൃതി എടി പണ്ടത്തെ മനുഷ്യന്മാരെല്ലാം വെളിയിറങ്ങി പച്ച പോച്ച തുണിയിലൊക്കെ നടക്കും. നീ അതുകൊണ്ട് ചെയ്യൂ? അതുപോലെ ഞാൻ ചെയ്യത്തില്ല. പക്ഷെ പണ്ടത്തെ ആൾക്കാരുടെ പോലെ അല്ല, പണ്ടത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അല്ല. നമ്മളിപ്പം മാർച്ച് 19 ഇറങ്ങിയ ഒരു വീഡിയോക്കകത്ത് എന്താ പറയുന്നത് അറിയാമോ? നമ്മൾ അരിയൊക്കെ ഉണ്ടാക്കുന്ന പുകയുണ്ടല്ലോ, നമ്മൾ ചോറ് വെക്കുമ്പോൾ ഉള്ള പുക, ആ പുക നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ സെൽസിലൊക്കെ എത്തി നമുക്ക് വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ടെന്ന് കാണിച്ചു തരണോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു ഇമാതിരി വീഡിയോ ഓരോ പേക്കോളങ്ങൾ കാണിച്ചു വെക്കരുത്. നീ നിന്നെ കണ്ണടി പോയി കണ്ടിട്ടുണ്ടോ? ആരും പുറത്തു പോകുന്ന കണ്ടിട്ട് പേര് ചോറ് നിന്നെ കണ്ടിട്ട് അറിയാമോ? ഞാൻ സുന്ദരി തന്നെയാ ചേട്ടൻ. എന്തൊക്കെ ബോഡി ഷെയിം ചെയ്താലും ഞാൻ സുന്ദരിയാ. പണ്ട് മര്യാദ ബ്യൂട്ടി ബോയ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് 1 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. ഒരു സ്പൂണ് വെള്ളം കൊള്ളു ഇതിനകത്ത്. ഒരു സ്പൂണല്ല, ബക്കറ്റിനകത്ത് കൊണ്ട് തൊഴിക്കാൻ അറിയാമോ? നിന്റെ മുഖമുള്ള കറുത്ത് മുഖത്ത് രക്തമയമില്ല. ചേട്ടാ ഇങ്ങനെ കളക്ഷൻ ചെയ്യല്ലേ ചേട്ടാ. ഞാൻ ഹാപ്പി, ഐ ആം ഹാപ്പി ഇൻ മൈ ഓൺ വേ. അത് എനിക്ക് കുടിക്കാൻ എടുത്ത് വെച്ചിരുന്നതാ. എന്തിനുള്ളത്? കല്ലുപ്പിട്ട വെള്ളം. മെറ്റബോളിസം കൂട്ടും. നമ്മുടെ സ്റ്റൊമക്കിന്റെ ക്രാംസ്, പീരിയഡ്സ് ക്രാംസ് ഇതെല്ലാം മാറുമെന്ന് വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് ഉണ്ടല്ലോ, ഇതെല്ലാം ലേച്ച് കളയും. ചേട്ടന് ജ്യൂസ് വേണോ? ജ്യൂസ് ഉണ്ട്. ഏതാ വേണ്ടത്? പിച്ചിയുണ്ട്, ജമന്തി ഉണ്ട്, തൊട്ടാവാടി ഉണ്ട്, തുമ്പയുണ്ട്. ഇതിലേതാ വേണ്ടേ? പിച്ചി, ജമന്തി, തൊട്ടാവാടി, തുമ്പയൊക്കെ കാട്ടുപൂർവ്വം അരച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ടേസ്റ്റാ. കാര്യം ചെയ്യും, നാളെ പോലെ ഇച്ചിരി മൂത്രം കൂടെ കൂടി കുടിക്കാവുന്ന വീഡിയോ ഇല്ലോ. ചേട്ടാ എപ്പോഴത്തെ ചേട്ടാ? രാവിലത്തെ വേണോ, ഉച്ചക്കത്തെ വേണോ, വൈകിട്ടത്തെ വേണോ? ഏത് മൂത്രാ? അല്ല പിന്നെ മനുഷ്യനായ കുറച്ചൊക്കെ ബോധം വേണം. രാവിലെ ആണെങ്കിൽ ഇവിടെ തിന്നാനൊന്നും എന്തോ ഇത് രാത്രി മൊത്തം ഗെയിം കളിച്ചിട്ട് രാവിലെ തിന്നാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. ഇവിടെ ഓളെ പുല്ലും ബൈക്കിലും ഉണ്ടാക്കി വെച്ചേക്കുന്നു. ചേട്ടാ ഒരു ബോധം. അച്ഛാ ഇത് കണ്ടോ അച്ഛാ? എന്തുവാ മോളെ? ചേട്ടൻ ഒന്നും തിന്നല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവാ. ചേട്ടൻ ഡയറ്റിനെ പറ്റി, ഒരു ആരോഗ്യത്തിനെ പറ്റി ഒരു ശ്രദ്ധയില്ല. മോളെ അവന് മാത്രമല്ല എനിക്കും തീരെ വയ്യ.
എത്ര ദിവസം കൊണ്ട് ഞാൻ പട്ടിണി കിടക്കും. എനിക്ക് വയ്യ ഈ ജമന്തി പൂ, ഈ കറ്റാർ വാഴയും തുളസിയിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ച്, എൻ്റെ ആരോഗ്യം റെഡിയല്ല, ഞാൻ തളർന്നു പോകും മോളെ. എനിക്ക് വിശക്കുന്നു. ഹലോ, ഹോട്ടൽ മയൂരി അല്ലേ? ഒരു 3 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈയും പാഴ്സൽ തരണേ. കളമുളരാണ് കളി ഇത് തുടരാണ് കളകളമാരവം ഉയരുന്നുണ്ട് ചേലാണി കൂടുമ്പോൾ ഈ കുടുംബം സൊറ പറയാണ് മനമത് നിറയാണ് മതിലുകളുടെയാണ് ഉത്സവമാണ് പാരാകെ ഉയരണമെന്നും സ്നേഹം ആലോലം പാടാനായി എല്ലാരും ചേരുന്നേ അകലങ്ങൾ മായുന്നീ നേരം ആനന്ദത്തേരോട്ടം ആശിച്ചോരാഘോഷം ആരാരും പാടിപ്പോകും താളം dim tanak da dim tanak da dim tanak da dane dane dim tanak da dim tanak da dane dim tanak da dim tanak da dim tanak da dane dane dim tanak da dim tanak da dane. Give me some. ഇത് അച്ഛനല്ല. പിന്നെ മോള് വെളിയിൽ വെച്ച് ഹോട്ടലിൽ വിളിച്ച് പൊറോട്ടയും ബീഫും പറഞ്ഞതോ? അത് ഞാൻ പറഞ്ഞത് അച്ഛന് വേണ്ടിയിട്ടല്ല. പിന്നാർക്കാ? ഇവക്കിത് എന്താ? ഞാനല്ലാതെ അവിടെ വേറെ ആരാ ഉള്ളേ? എന്താ മുതലാളി നോക്കുന്നേ? നിന്റെയൊക്കെ ജീവിതമാ മോനെ, ജീവിതം. അതെന്താ മുതലാളി? പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം? ഞാൻ പട്ടിണിയാ, എൻ്റെ ആരോഗ്യം മൊത്തം പോയി, എനിക്ക് വയ്യ. എനിക്ക് ഓ കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. അങ്കിളെ കൈ ഒന്ന് പൊക്കിക്കേ. ജസ്റ്റ് ഒന്ന് കറക്കണേ. ഓക്കെ. ഡോക്ടർ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? എന്താ ചോദിച്ചു? അല്ല, അച്ഛൻ ഈ സ്ട്രോക്ക് വന്നുകൊണ്ട് ഇപ്പോൾ ആ ഒരു സൈഡ് ഇനി ഒരിക്കലും അനങ്ങില്ല. ഇതിപ്പോ ന്യൂറോയുടെ പ്രശ്നമായതുകൊണ്ടേ നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് പതുക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓക്കെ. വീണയുടെ ബ്രദർ അല്ലേ? അതെ. ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് പഠിച്ചതാ കോളേജില്. ഇവിടുത്തെ വീണയുടെ കൂടെയോ? അതെ അതെ. ഓ അത് ശരി, അവളോട് ഉണ്ട്. അയ്യോ ഉണ്ടോ? എന്നൊന്ന് വിളിക്കോ ചേട്ടാ, കൊറേ നാളെ സംസാരിച്ചിട്ട്. വിളിക്കാം. വീണേ എന്തുവായത്? എന്തുവായത്? മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം, രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. മാർഗങ്ങൾ പലവിധം, ലക്ഷ്യമാണ് പ്രധാനം, രോധങ്ങൾ പലതരം, ചങ്കൂറ്റമാണതായുധം. അയ്യേ ഇതാരാ? ഞാൻ ഉദ്ദേശിച്ചതേ വീണാദാസനായിരുന്നു. ആ വീണാദാസ് തന്നെ, വീണാദാസ്. ഈ നാട്ടിൽ ഇപ്പോഴത്തുള്ള മയില് ഇവളാ. അയ്യേ ഇവളെന്താ ഇങ്ങനെ പോയെ? അയ്യോ മോളറിയില്ലേ, ഈ നാട്ടിൽ നീ മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ മോളെ. ഡയറ്റ് പ്ലാൻ ചെയ്തതാ. അതായത് ഫോണിൽ നോക്കി ഡയറ്റ് എടുത്ത് കണ്ടിങ്ങനെ പുല്ല്, വൈക്കോല്, പോച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ തീറ്റ. ഈ ഭാഗമൊക്കെ തിന്ന് കവള് കൊട്ടി കണ്ട കോലം കണ്ടോളെ, ചുണ്ട് കൊട്ടി പിടിച്ചിരിക്കുന്നുണ്ടോള്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിയുടെ പശു ഇവളും ഒരുമിച്ചാണ് മേയാൻ പോകുന്നത്.
എല്ലാം മേഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഞാൻ കെട്ടിയും കെട്ടും ഇതിനകത്തോട്ട്. അവളുടെ മുഖത്തോട്ട് നോക്കി പോളെ, രക്തമായി എന്ന് പറയുന്നൊരു സംഭവമില്ല. ഇല്ല, നമുക്ക് രക്തമില്ല അതിനകത്ത്. നമുക്ക് ഒരു സൂചി കൊണ്ട് കുത്താമെങ്കിൽ കാറ്റ് മാത്രം കേൾക്കും. കാറ്റ്, ആ ഒരു അവസ്ഥയാണ്. അല്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇവളെ കാണാൻ എന്ത് രസമായിരുന്നു. ഇപ്പൊ നോക്കിക്കോ, ഒരു കോലും ഇല്ല. ഓ അസൂയ അസൂയ. നിനക്ക് എന്തിനാടി എന്നോട് ഇത്ര അസൂയ? ഈ കൊച്ചിനാ നിന്റെ അടുത്തോ? ആ ചിലപ്പോൾ ഉള്ളതായിരിക്കും. മോള് ഇങ്ങനത്തെ സാധനത്തിന് കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് പീസ് വംശനാശം കണ്ടോ? എന്തുപടി കാണിക്കുന്നത്? കുട്ടി പോണ അവള് കാണട്ടെ. നമ്മളിത് കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ. നിങ്ങൾ ഹോസ്പിറ്റലിൽ മറ്റേ സ്പീഡിന് അടിച്ചേക്കുന്ന സാധനം ലാസ്റ്റ് കൂടെ കണ്ടോ? ലാസ്റ്റാ ഒറിജിനൽ വേണേ കണ്ടോ? ഇനി ഇത് കാണാൻ പറ്റത്തില്ല. ഒരു മൂക്കേൻ്റെ കുറവുള്ളൂ. നമുക്ക് ഇവിടെ ഒറ്റ ഒരുത്തി എൻ്റെ അച്ഛൻ ഇങ്ങനെ കാണണം. ഇവള് തിന്നുന്ന സകല വായ്ക്കോലും കൊണ്ടൊന്ന് ഇങ്ങനെ കൊണ്ട് തീറ്റിക്കും. ഈ മുറ്റത്ത് ഒരു തുള്ളി പുന്നാമ്പില്ലല്ലോ കണ്ടോ? ഒരു ചെടിയെങ്കിലും വീട്ടിൽ നിൽക്കുന്നുണ്ടോ? എല്ലാം പറിച്ചു തന്നോളൂ. എല്ലാം ഈ എല്ലാം പറിച്ചു തന്നോളൂ. എല്ലാം അറിയാമോ? എന്നിട്ട് ഇങ്ങേർക്കും കൊടുത്തു. ഈ നിൽക്കുന്ന ചെടിയില്ലേ, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഈ ഇലയും തിന്ന് ഇത് തീറ്റിച്ചാൽ ഈ കമ്പ് ഇയാളെ കൊണ്ട് തീറ്റിച്ചാൽ. ചേട്ടാ എന്താണ് എന്തിനാ ഫ്രണ്ട്സിന്റെ മുന്നേ ഇൻസൾട്ട് ചെയ്യുന്നേ? അല്ല, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇങ്ങനെ സംസാരിക്കുന്നത് അതെന്താ വെച്ചാൽ ഈ കവളല്ലാടെ ഒട്ടിയിട്ടേ പല്ലല്ലാടെ ഉന്തി അത് മറച്ചു വെച്ചേക്കും. ഇല്ല പഴയ SC ഫ്രണ്ട് വല്ലില്ലേ, ഇവളെന്ത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത്? അയ്യോ, ഈ നല്ലൊരു വ്ളോഗറുണ്ട്, അവന്റെ വീഡിയോസ് കണ്ടാണ് ഇവള് ഇങ്ങനെ ആയത്. ഇവള് അവന്റെ വീഡിയോസ് കണ്ട് എൻ്റെ വീടും പറ്റവൻ അവനിപ്പോ നല്ല ഒന്നാം തരം നല്ല സൈസായി തക്കുട് മുണ്ടൻ്റെ കൂടെ അവൻ സുഖമായിട്ട് ജീവിക്കുന്നു. ചോറും തിന്ന്. ഇവള് ഇവിടെ മൃഗങ്ങൾ തിന്നുണ്ടാക്കി ഇവള് തിന്നു. കയറും ഒഴിച്ച് കയറും. ഇതെല്ലാം പോട്ടെ നോക്കാം. ഈ മനുഷ്യൻ ഒരു സൈഡ് തളർന്നു നടക്കുക. എന്നിട്ട് ഈ വെള്ളം കൊടുക്കേണ്ടതിന് പകരം ജമന്തിര ജ്യൂസ് അടിച്ച് ചുണ്ടത്ത് വെച്ച് കൊടുത്തതാണ്. അങ്ങനത്തെ അവള് ഞാൻ കണ്ടുകൊണ്ട് ഞെരിച്ചത്തില്ല. ഇല്ല, നീ നനച്ചു നോക്ക്. ഇപ്പൊ അവിടെ പകുതി ജീവനെങ്കിലും ഉണ്ട്. ഉള്ളതും കൂടെ ഇവള് പോയ. ജ്യൂസ് എടുക്കട്ടെ? വേണ്ട. എന്തോത്തിനെ ഈ കൊച്ചിനെ കൊല്ലാനോ? അതിന് ഒരു മനുഷ്യക്കോലുണ്ടോ? അതിന് ഊതെടുക്കട്ടെ. പോയിട്ടേ പോ ചേട്ടാ. ആ ഏഷണി വന്നു. ദാസമ്മ, എന്നോട് ക്ഷമിക്കണം ദാസമ്മ. ഒരു 9 മാസം മുമ്പേ മോളെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തില്ലേ, അതിനുശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. എന്നെ ഇതേപോലെ നാട്ടുകാർ കുറ്റപ്പെടുത്തിയപ്പോഴാണ്, ബോഡി ഷേമിങ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ കുറ്റബോധം എനിക്ക് തോന്നിയത്, മനസ്സിലായത്. അതുകൊണ്ട് ദാസമ്മ എന്നോട് ക്ഷമിക്കണം ദാസമ്മ. അതേപോലെ മോളെടുത്തും പറയണം എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്ന്. ക്ഷമിക്കൂലേ അണ്ണ? അണ്ണന് പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നപ്പോഴേ നീ അധിക കാലം ഇല്ലല്ലേ? ഉണ്ടോ? അല്ല, പറഞ്ഞെന്നേ ഉള്ളു. ഇനി അധികാലം ഇല്ലല്ലേ അണ്ണാ. പിന്നെ അണ്ണാ, ഞാൻ ഈ പരിദൂഷണ പരിപാടിയൊക്കെ നിർത്തി അണ്ണാ. നാട്ട കേസാണ്, ആൾക്കാർ എന്നെ വെറുക്കുക. അതുകൊണ്ട് ഞാൻ ഗൾഫിൽ കയറി പോകാൻ തീരുമാനിച്ചു. നല്ല കാര്യമല്ലേ? സെറ്റപ്പ് സെറ്റപ്പ് ഡോക്ടറാണ്. ഡോക്ടർ സെറ്റപ്പ്. ഇത് അച്ഛനെ നോക്കാൻ വന്ന ഡോക്ടർ വന്നു. സോറി ഡോക്ടറെ. അപ്പോഴ് മോളെടുത്ത് പറഞ്ഞേക്കണേ കേട്ടാ മോനെ. ആയിട്ടെ അമ്മ മോളെടുത്ത് പറയണേ. അമ്മച്ചി ആറമ്മച്ചി? ഞാൻ അമ്മച്ചിയൊന്നുമല്ല, ഞാൻ വിളിച്ച കൊച്ചാ. ഈ കൊച്ചിന്റെ ഇങ്ങനെ അല്ല, അത് വീഡിയോ കണ്ട് ഡയറ്റ് എടുത്ത് ഇങ്ങനെ പോയതാ. അയ്യോ, തക്കട് പോലെ ഇരുന്ന കൊച്ചാണ്. എന്തൊരു സുന്ദരിയായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്ത്, ഇത്രയും സുന്ദരിയായ കൊച്ചിനെ ആണും പിള്ളേർ കൊത്തിക്കൊണ്ട് പോകുന്നു. ഇതൊരു മതി മറ്റേ കരിയാപ്പല ഉണങ്ങിക്കണമല്ല അല്ലേ? അണ്ണൻ ഒരു ഉപകാരം ചെയ്തു തരുമോ? എന്തിനാക്കളെ? അണ്ണന് ഗൾഫിലൊന്നും പോകണ്ട. അണ്ണൻ ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഈ നാട്ടുകാരോടല്ല ഇവർക്ക് എന്താ പറ്റിയെന്നൊന്ന് പറഞ്ഞുകൊണ്ട് നടക്കാവോ? ഒരാൾക്ക് 1000 രൂപ ഞാൻ തരാം. അത് മാത്രമല്ല, വേറെ സംവിധാനമുണ്ട്. ഞാൻ ഈ വീടിന്റെ ഫ്രണ്ടിൽ LED വാള് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താ പറ്റിയെന്ന് വിത്ത് വിഷയിലടക്കം ഞാൻ എല്ലാവരും കാണിക്കാനും കൂടെ പോവാം. വയ്യമ്മ എനിക്ക് അമ്മ ഞാൻ നാണം കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ ഡയറ്റ് ചെയ്യും എക്സസൈസ് ചെയ്യുന്നതിനുള്ള കുഴപ്പം. ആ ശശി എത്ര വട്ടം പണിയുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ജോഗ് ചെയ്യുക, അതിനൊന്നും പ്രശ്നമില്ല. ആണുങ്ങൾക്ക് മാത്രം ഹെൽത്ത് നോക്കിയാൽ മതിയോ? സ്ത്രീകൾക്ക് ഹെൽത്ത് നോക്കണ്ടേ? ബ്യൂട്ടി ബോൺ വരണ്ടേ? ഈ ചീക്ക് ബോൺ ഒക്കെ തെള്ളി വരണ്ടേ? ശശി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടിയായിരുന്നു എന്റെ മോള് ഇവിടെ ചാടിയത്. അവൻ എന്തിനാ കിടന്ന് ഓടിയെന്ന് നിനക്കറിയാവോ? അവൻ ഗൾഫിലൊന്നും പോകണ്ട ഈ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കട ജോലിക്ക് പോകുന്ന എന്തിനാ നിനക്കറിയാവോ? ഇനി അവന് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന് ബാത്റൂമിൽ പോകണം. അതിന് അങ്ങനെ അസുഖം ഉണ്ട് അവന്. അത് അവൻ വീട്ടിലോട്ട് ഓടും, അറിയാമോ? വേറെ ഒന്നും പോകാൻ പറ്റത്തില്ല. അവന് വീട്ടിലെ ബാത്റൂമിൽ പോകാൻ പറ്റും.
അയ്യ അവന് തൂറ്റല്ലേ. എൻ്റെ പൊന്നുണ്ട്, ഇനി അവനെ കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് മാത്രമാണ് ചെയ്തത്. വലിയ അപ്പോ ഓരേതാ? അതെ. അല്ല. അല്ല. അയ്യോ. Tak ta tak dhanna da dhanna tak ta tak dhanna chik da dhanna. അണ്ണാ വിശക്കണം. എന്തോന്നാ വിശക്കണം. വിശക്കണോ? ഫ്രൂട്ട്സ്. ഇത് എന്റെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചത്. അപ്പൊ ദാസണ്ണ ഞാൻ അങ്ങോട്ട്. അണ്ണാ വിശക്കണം. വിശക്കണോ? വിശക്കണം. വിശക്കണോ? എറിയണ അത് വയറെറിയണ. എടി നിനക്ക് അൾസർ എങ്ങാണ്ടായതാ. അൾസർ വന്നതാ. അൾസറോ? വിശക്കണം. 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 എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ.